ബെറ്റർ മൈൻക്രാഫ്റ്റ്. മൈൻക്രാഫ്റ്റിൻ്റെ ഒരു ബെറ്റർ വേർഷൻ തന്നെയാണ് ബെറ്റർ മൈൻക്രാഫ്റ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ ബെറ്റർ മൈൻക്രാഫ്റ്റ് കളിക്കാൻ പോവുകയാണ്. അതൊരു ചലഞ്ച് പോലെയാണ് കളിക്കാൻ വേണ്ടി പോകുന്നത്. 50 ഡേയ്സിൻ്റെ ഒരു ചലഞ്ചാണ് നമ്മളിപ്പോൾ വെച്ചേക്കുന്നത്. അത് സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ നമ്മൾ 100 ഡേയ്സിലോട്ട് പോകും, പിന്നെ 200 ഡേയ്സ് അങ്ങനെ നമുക്ക് നീട്ടി കൊണ്ടുപോകാം. പക്ഷേ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. നമ്മൾ കളിക്കാൻ വേണ്ടി പോകുന്നത് ഹാർഡ് കോറിനകത്താണ്. യെസ്, ചത്താൽ തിരിച്ചു വരാൻ പറ്റാത്ത ഹാർഡ് കോറിൻ്റെ അകത്താണ് നമ്മൾ ഇപ്രാവശ്യം ബെറ്റർ മൈൻക്രാഫ്റ്റ് കളിക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്രാവശ്യം നമ്മൾ വിട്ടുകൊടുക്കത്തില്ല. സോ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഹാർഡ് കോർ എന്ന് പറഞ്ഞാലേ ഹാർഡാണ്. അതിൻ്റെ കൂടെ ഒരു ബെറ്റർ മൈൻക്രാഫ്റ്റിനകത്ത് ഹാർഡ് കോർ ഇടുന്നത് ഇത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. 50 ഡേയ്സ് ആണ് നമ്മുടെ ആദ്യത്തെ ചലഞ്ച്. അത് കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ നമ്മൾ 100 ഡേയ്സിലോട്ട് കിടക്കും. ഓക്കെ, നോക്കാം എന്താവും. ഐ ആം സോ എക്സൈറ്റഡ് ആൻഡ് ഓൾസോ നെർവസ്. നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യണം. ഹാർഡ് കോറിൽ എന്താ ഇത്? ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി സമയം കളയാനായിട്ടില്ല. എൻ്റെ ഹെഡ്സെറ്റൊക്കെ എന്തൊക്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ ഒരു സ്ട്രക്ചർ ഉണ്ട്. അതെന്താണെന്നുള്ളത് നോക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ആദ്യം പോയി കുറച്ച് വുഡും, എൻ്റെ ഇവിടെ ഒരു ഷീപ്പ് വെക്കുന്നുണ്ട്. ഈ ഷീപ്പ് പോകുന്നതിൻ്റെ മുന്നേ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് പെട്ടെന്ന് തന്നെ വുഡ് കളക്ട് ചെയ്യാം. എന്നിട്ട് വേഗം പോയിട്ട് ആ ഷീപ്പിനെ എടുക്കണം. ഓക്കെ, ഇവിടെ സൈഡിൽ ഡേ ഒന്നും കാണിക്കുന്നില്ല, അത് മോശമായി പോയി. അടിക്കുമ്പോൾ വേറെ എന്തോ ടൈപ്പ് ഓഫ് ഇൻവെൻറ്ററി. ഓനു നമ്മൾ കുറച്ചധികം പണിപ്പെടും കേട്ടോ ഒന്ന് മനസ്സിലാക്കി എടുക്കാനായിട്ട്. ബെഡ്റോക്കിൽ കളിച്ച ബെറ്റർ മൈൻക്രാഫ്റ്റ് പോലെ അല്ല ജാവയിൽ വരുമ്പോൾ. എവിടെയും ലാവയുണ്ട്. ഈ ഡേ കൗണ്ട് ഇല്ലാത്തത് നമുക്കൊരു പണിയാവും. നമുക്ക് 50 ദിവസം മാറുന്നത് അറിയണം കേട്ടോ. എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഡേ കൗണ്ടിൻ്റെ വല്ല ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് നമുക്ക് എടുക്കാം. ഇനി ഈ കാണുന്ന വുഡ് മൊത്തം നോക്കാൻ കണ്ട് എടുക്കാം. ഓക്കെ, അപ്പം ഇനി വേഗം പോയിട്ട് ആ ഷീപ്പിനെ ആദ്യം കണ്ട് എടുക്കാം. ഓക്കെ, ഷീപ്പുകൾ അവിടെ തന്നെ ഉണ്ട്. യെസ്, ബ്ലാക്ക് പിഗ്. ഓക്കെ, ഇവിടെ എന്താ ഒരു പെട്ടി വെച്ചേക്കുന്ന, ആ പെട്ടി എന്താന്ന് പോയി നോക്കാം. നത്തിങ് ഹിയർ ബട്ട് മോൺസ്റ്റേഴ്സ്. നത്തിങ് ഹിയർ ബട്ട് മോൺസ്റ്റേഴ്സ്. ഓക്കെ, ഓ അപ്പോൾ ഇതിനെക്കുറിച്ചായിരിക്കും പറയുന്നുണ്ടാവും അല്ലേ. ബെഡ് ഇപ്പം തന്നെ അങ്ങോട്ട് ഉണ്ടാക്കി വെച്ചേക്കാം. എന്നെ കൊല്ലാനായിട്ട് ആരും ഉണ്ടാവില്ല എന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ട് അങ്ങ് കയറി പോവുകയാണ്. ഓ, ദേടെ ബെഡ് ഇവിടെ തന്നെ ഉണ്ട്. ഇത് കൊള്ളാം. ദേ അവിടെ വേറൊരു സ്ട്രക്ചർ ആണ്ടേയും പോവാം. ഓ, ഫർണസ്. നൈസ്. ഇപ്പം ഞാൻ ഫർണസ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇവിടെ മുകളിൽ പ്രത്യേകിച്ച് ഒന്നും ഇല്ലല്ലോ. പറ്റിച്ചാ നമ്മളെ. അത് പെട്ടി. ഓ, നൈസ് നൈസ് നൈസ്. അയ്യാണ്. അപ്പം ഞാൻ നമുക്ക് പുറത്തോട്ട് പോവാം. ഇപ്പം തന്നെ നമ്മൾ ഹങ്കർ നോക്കിയേ. എൻ്റെ അപ്പൊന്നെ തൽക്കാലം ഉള്ളത് വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇതെന്ത് എടാ, വേറെ യൂണിവേഴ്സ് എത്തിടാ ഞാൻ. മൾട്ടിവേഴ്സ്. ഈ ഡേ കാണാനായിട്ട് എന്തെങ്കിലും വഴിയുണ്ടാ? F3 അടിച്ച ഡേ കാണിക്കൂ. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാ F3 ഡേ? GPU നോക്കിയാൽ 100% GPU ഇല്ല. അപ്പോൾ നമ്മൾ മാനുവലി ഈ സാധനം കൗണ്ട് ചെയ്ത് കൊണ്ടുപോകണം. ദാറ്റ് ഈസ് ഹറിബിൾ. ഇങ്ങോട്ടേക്ക് ഇറങ്ങാനായിട്ട് ലിറ്ററലി എൻ്റെ കയ്യിൽ ആർമർ ഇല്ല, ഒന്നുമില്ല. താഴെയായിട്ട് മോബ്സിനെ കാണാനില്ല. പക്ഷെ പുതിയ വല്ല മോൺസ്റ്റേഴ്സ് ഉണ്ടോ എന്ന് പറയാനും പറ്റൂല. ആ സ്ഥിതിക്ക് ഞാൻ ഇപ്പം തന്നെ ഒരു ഫൈറ്റിന് പോകുന്നത് സേഫ് അല്ല. ആ അതെ, അവിടെ തന്നെ. ഇതെന്താണ്? ഇത് ആപ്പിള്. ഒരു കോമ്പസ് ഉണ്ട്. നൈറ്റ് ആവുന്നു. നമ്മുടെ ആദ്യത്തെ നൈറ്റ്. നമുക്കിനി സ്ലീപ്പ് ചെയ്യാം. സോ സ്വീറ്റ് ഡ്രീംസ്. നമ്മുടെ ഫസ്റ്റ് നമ്മുടെ ആദ്യത്തെ എനിവേയ്സ് നമ്മുടെ ആദ്യത്തെ ദിവസം അവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമ്മൾ സക്സസ്ഫുള്ളി ചത്തിട്ടില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. എൻ്റെ ഇവിടെ നിർത്തി ചാടണോ എന്നുള്ളത് ഞാൻ ചിന്തിക്കുന്നു, പക്ഷെ ചാടണ്ട. ഓക്കെ, അപ്പം നമ്മളിതേ സക്സസ്ഫുള്ളി അവിടെയും ചെറിയൊരു റെയ്ഡൊക്കെ നടത്തി തിരിച്ചു പോന്നിട്ടുണ്ട്. അതൊരു ഹാർട്ട് ഷേപ്പ് പോലെ ഉണ്ടല്ലേ. ഇതേ വെള്ളപ്പശു, കൊല്ലവനെ. ഓക്കെ, ലെറ്റ്സ് ഗോ. നമുക്ക് ചെറിയൊരു കേവോ അങ്ങനെ എന്തെങ്കിലും കണ്ടുപിടിക്കുകയാണെങ്കിൽ നേരെ കുറച്ച് അയൺ എടുക്കാനായിട്ട് പോകണം. അത് എന്തോ ഷിപ്പാണോ എന്തെങ്കിലും ആണോ എന്നുള്ള അറിയില്ല. പോയി നോക്കാം. 50 ഡേയ്സ് നമ്മൾ ചാകാൻ പാടില്ല, ഒന്നും പാടില്ല. ഇവിടെ നമുക്ക് ഇത് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. അതെന്ത് തേങ്ങയാണ്? ഹാർഡ് കോർ ഇട്ടിട്ടും അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ. അത് ഷിപ്പല്ലേ? നമ്മൾ വേറൊരു ബയോമിലോട്ട് എത്തി. അപ്പുറം കണ്ട വേറൊരു ബയോം. ആൻഡ് ഇത് ജസ്റ്റ് ഒരു ക്യാമ്പ് ഫയർ. ആ ഒരു സെറ്റപ്പ് മാത്രമേ ഉള്ളൂ.
വെള്ളത്തിൽ നമ്മളെ കൊല്ലാനായിട്ട് ആരും ഇല്ലല്ലോ അല്ലേ? ഞാൻ അതും പറഞ്ഞ് പോവുകയാണ്. ഇത് കിടക്കുന്നത് ഫാബ്രിക്കിനകത്താണ്. ഫോർജിലാണെങ്കിൽ ആയിരിക്കും ചിലപ്പോൾ വലിയ വലിയ മോബ്സ് ഒക്കെ വരിക. ഇതുവരെയായിട്ട് നമ്മൾ വെറൈറ്റി മോബിനൊന്നും കണ്ടില്ല. നോർമൽ ഇതായിട്ട് നമ്മൾ ഇത്ര നേരം കണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ മോബ്സാണ്, ലൈക്ക് ഫ്രണ്ട്ലി മോബ്സ്. ഹോസ്റ്റൈൽ മോബ്സ് വല്ലതും ഉണ്ടോ എന്നുള്ളത് അറിയത്തില്ല. അത് നമ്മൾ ഇനി കണ്ടു തന്നെ അറിയണം. നോക്കാം. ഇപ്പോൾ വല്ല എനിക്ക് വെള്ളം എന്ന് പറഞ്ഞാൽ തന്നെ പേടിയാണ്. അറിയാലോ, ചോക്ലേറ്റ് എഡീഷൻ കണ്ടവർക്ക് അറിയാം. അപ്പോൾ അറിയുന്നതിൻ്റെ എന്താ, നമ്മളങ്ങനെ ഒരു ബീച്ച് ഐലൻഡിൽ എത്തിയെന്ന് തോന്നുന്നല്ലേ. ഇത് നമ്മളെ മേത്തുനിന്ന് വെള്ളം ഇറ്റും കണ്ട. എന്തൊക്കെ ഇത് റൂൺ പോർട്ടൽ. നമ്മളിപ്പം തന്നെ നെതറിലോട്ട് കയറുന്നില്ല. എനിക്ക് ആദ്യം നല്ലൊരു സ്വീറ്റ് സ്പോട്ട് കണ്ടുപിടിക്കണം, ഒരു ബേസ് സെറ്റാക്കണം, ഒന്ന് മൈനിങ്ങിന് പോകണം, ഒന്ന് ഗിയറപ്പ് ആവണം. അതാണ് ഇപ്പോഴത്തെ ഒരു ഇതെന്ന് പറയുന്നത്. ഈ 50 ദിവസത്തിനുള്ളിൽ നമ്മൾ അതൊക്കെയാണ് ചെയ്യേണ്ടത്. ഗോൾഡൻ ക്യാരറ്റ്സ്, നൈസ് നൈസ്. ആവശ്യമില്ലാത്തതൊക്കെ കണ്ടു പോട്ടെ. അതുകൊണ്ട് ലൂട്ടിങ് ട്യൂസോട് അവൻ്റെ സൗണ്ട് എന്തിങ്ങനെ. ഓ, മോൺസ്റ്റർ ഹണ്ടർ ആയി ഗൈസ് ഞാൻ അവസാനം. ഇതെന്താണ്, ഒരു വെല്ലുണ്ട്. ഓ, ഇത് മറ്റേ സസ്പീഷ്യസ് സാൻഡ് ഇതാക്കാനെങ്കിൽ മറ്റേ സാധനമാണ്. എന്തെങ്കിലും കിട്ടണമെങ്കിൽ. അതിൻ്റെ ഇവിടെ നോക്കിയാൽ പുതിയ മരം. ന്യൂ വുഡ് നമ്മൾ കണ്ടുപിടിച്ചു. ന്യൂ വുഡ് കിട്ടിയ സ്ഥിതിക്ക് ഇവിടെ ലാവയുണ്ടോ? ഇവിടെ ലാവ ഉണ്ടെങ്കിൽ എനിക്ക് ഇവിടെ തന്നെ ബേസ് അങ്ങ് സെറ്റ് ചെയ്യായിരുന്നു. പക്ഷെ ലാവയില്ല. സോ നോട്ട് ഇനഫ് ഒബ്സീഡിയൻസ്. മനസ്സിലായ? ഒബ്സീഡിയൻ ഉണ്ട്. ഡയമണ്ട് പിക്കാക്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതാക്കാം. പിന്നെ ഇവിടുന്ന് ലാവ കിട്ടുകയാണെങ്കിൽ അതിലും നമ്മൾ കുറച്ച് ഹാപ്പി ആവും. ബേസിക്കലി എന്താ ആരാ? ആ, മച്ചു. ഓ, എന്താണ് പൊന്നു? എത്രയോ വലിയ പേരാ. എനിക്കല്ലേ കുട്ടി പേരിട്ട പൊറ പന്നി. എൻ്റെ അടുത്ത എന്തൊരു സൗണ്ട് അറിയുവിന്. ഇതൊരു നല്ല സ്പോട്ടാണല്ലേ. നല്ല വെറൈറ്റി വുഡ് ഉണ്ട്. പിന്നെ ഇത് ആരുടെ ഒരു വലിയ ഫാം ഉണ്ട്. ഐ തിങ്ക് ഞാൻ ഇവിടെ അങ്ങ് സെറ്റിലാവാം അല്ലേ. ഇതിൻ്റെ അടുത്തൊരു വീടങ്ങ് വെച്ചിട്ട് ഇത് എൻ്റെ സ്ഥലമാക്കി മാറ്റാം. ഇവിടെ നോക്കിയാൽ 3000 നന്ദിയുണ്ടേ. അപ്പൊ ഇത് തന്നെ അങ്ങ് ഉറപ്പിച്ചു. ഇതിന്റെ ഈ ഭാഗത്ത് എവിടെയെങ്കിലും ആയിട്ടൊരു വീട് വയ്ക്കാം. എന്നിട്ട് ഈ ഫാം എൻ്റേതാക്കി മാറ്റാം. ഇവിടെ കുറെ മെലൺസ് ഉണ്ട്, അത് കൊള്ളാം. അതും നമുക്ക് എടുക്കാം അല്ലേ. ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വീട്, അത്ര ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഇപ്പോൾ ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ വെക്കാം. അതൊരു ചെസ്റ്റ് ഉണ്ടാക്കാം. വുഡ് കട്ടറാ ഡേയ്. വുഡ് കട്ടർ എന്ന് എനിക്ക് വേണം. ഓ, നമ്മൾ നോർമൽ മൈൻക്രാഫ്റ്റിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു ഐറ്റമാണ് വുഡ് കട്ടർ. ഈ സ്റ്റോൺ കട്ടർ പോലെ. ഇവിടെ ബെറിച്ച് ചെസ്റ്റൊക്കെ ഉണ്ടോ? ചെസ്റ്റിലും വേരിയന്റ്. ഫർണസ് ഇവിടെ വെച്ചിട്ട് അതിന് ഏറ്റവും കൂടുതൽ ഫുഡ് ഏതാ? മട്ടൻ കുക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. അതവിടെ കുക്കാവട്ടെ. അപ്പോഴേക്കും ഞാൻ ഇവിടെ വുഡ് കട്ട് ചെയ്യാം. ഓ, ദാറ്റ് ഈസ് മോർ ഈസി. അടിപൊളി അടിപൊളി. നന്ദിയുണ്ടേ. സെറ്റ് നമ്മൾ കോർഡിനേറ്റ്സ് ഒട്ട് വെക്കണം, അത് മറക്കരുത്. അല്ലെങ്കിൽ മാപ്പിൽ മാർക്ക് ചെയ്യാലോ അല്ലേ. ഇവിടെ നമുക്ക് എന്ത് ചെയ്യണ്ട്? ക്രിയേറ്റ് വേ പോയിന്റ്. യെസ്, ഹോം കൊടുക്കാം. കൺഫേം. യെസ്, ഇനി എവിടെ പോയാലും നമ്മളെ ഹോം ഇത് കാണിച്ചു തരും. നൈസ് നൈസ്. ഇത് അവിടെ ഇനി എന്തോ ഉണ്ട് കേട്ടാ. ഓ, അവിടെ എന്തോ ഉണ്ട്, അങ്ങോട്ടേക്ക് പോകണം നമുക്ക്. ഇത് കിടിലൻ സ്പോട്ട്. ഇതിലും മികച്ചൊരു സ്ഥലം ഇനി കിട്ടില്ല. ഇതെന്താ? കോപ്പ് പിന്നെന്തോ. ഓ, ചിലപ്പോൾ ഇവിടെ കുറെ സ്പൈഡേഴ്സ് ഉണ്ടാവും. വേണ്ട, മറ്റേ കേവ് സ്പൈഡേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ പേടിക്കണം. അവന്മാരുടെ ഡാമേജ് തന്നെ ഒടുക്കത്തെ ഡാമേജുമാണ്, പ്ലസ് നമുക്ക് പോയിസനും കിട്ടും. അതെ വന്നു. ഡേ എന്റെ പൊന്നെ, അത്ര സീഡ് നിന്നിട്ടാ ഇവ എന്ന് ടൈമായ അഴുക്ക ചെറുക്കൻ. എന്റെ മോനെ ആകാശം നോക്കി. ഗുഡ് നൈറ്റ്. അങ്ങനെ നമ്മൾ സെക്കൻഡ് ഡേ കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. വെരി നൈസ്. സെറ്റല്ലേ മച്ചാനെ? സെറ്റല്ലേ നീ? ഓക്കെ, അപ്പൊ ഇനി എന്തൊക്കെയാ ചെയ്യണ്ടേ? ഇത്രയും വുഡ് കിട്ടിയ സ്ഥിതിക്ക് ഇനി നമുക്ക് വീട് വയ്ക്കാം. സോ വീടിന്റെ ഒരു ഔട്ട്ലൈൻ നമുക്ക് സെറ്റ് ചെയ്യാം. വീടിന്റെ ഫ്രണ്ട് അങ്ങോട്ടേക്ക് പോകണം. ഇത് മെഷർമെന്റ് ഒന്നുമില്ല, ഞാൻ എൻ്റെ ഒരു ഐഡിയക്ക് മാത്രം ചെയ്യുന്നൊരു പരിപാടിയാണ്. ഓക്കെ, അപ്പൊ ഇതാണ് എൻ്റെ വീടിന്റെ എൻട്രൻസ് വരെ പോകുന്നത്. ഈ ഭാഗം ഇത് കൂടെ ഇങ്ങനെ കയറി പോകാൻ പറ്റും. അങ്ങനെ ഇത് 2 സ്ട്രിപ്പ് ചെയ്യാം. എന്നിട്ട് ഇത് മൊത്തം പ്ലാങ്ക്സ് ആക്കാം. ഇതിന്റെ പ്ലാങ്ക് രസമുണ്ട് കേട്ടാ, ഒരുമാതിരി ഉള്ളി ചെത്തി വെച്ച പോലെ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നമ്മുടെ വുഡ് കട്ടറിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. അല്ല
വുഡ് കട്ടർ എന്ന് തന്നെയല്ലേ എൻ്റെ പേര്? ഓ ഏടാ, ലിമിറ്റഡ് വുഡ് മാത്രമേ പറ്റുള്ളൂ. അത് മഹാഗണി വെച്ചിട്ടൊന്നും ഒന്നും ചെയ്യാൻ പറ്റൂല. വാട്ട് ദ ഹെക്ക് ബ്രോ, വൈ ബ്രോ? സാൽമൺ ട്രോഫി ചുമ്മാ ഒന്ന് ഉണ്ടാക്കി വെക്കാം. ഓ ഇത് വല്ലാത്തൊരു ഡോറായിപ്പോയില്ലൂടെ. അപ്പൊ ഞാൻ ഇതൊന്ന് ബിൽഡ് ചെയ്യട്ടെ, ബാക്കി ഫ്ലാഷ് ബാക്കിൽ കാണിച്ചു തരാം. അങ്ങനെ ഒരുപാട് നേരത്തെ വർക്കിന് ശേഷം ഞാനിത് എൻ്റെ വീട് ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഈ വഴിയൊക്കെ എന്താക്കും, ഇതൊക്കെ ഒന്ന് അടച്ചു കൂട്ടണം. ഇവിടെ നല്ലൊരു വഴി ഇങ്ങോട്ടേക്ക് ഇതാക്കും. സെറ്റാണ്, കണ്ടല്ലോ, ഇതാണ്. അപ്പോൾ എൻ്റെ വീട് ഒറ്റത്തോട്ടത്തിൽ എങ്ങനെ ഉണ്ട് എന്നുള്ളത് പറയുക. ഒറ്റത്തോട്ടത്തിൽ കൊള്ളാമല്ലേ, വെറൈറ്റി സാധനം. അപ്പോൾ നമ്മളിത് സക്സസ്ഫുള്ളി വീട് സെറ്റാക്കി. ഇനി കുറച്ച് അല്ലറ ചില്ലറ പരിപാടികളാണുള്ളത്. അതായത് നമുക്ക് ഗ്ലാസ് വെക്കണം, ആ സംഭവങ്ങളൊക്കെയാണ്. പിന്നെ ക്രാഫ്റ്റിംഗ് ടേബിൾ, ഫർണസ്, തുടങ്ങിയ സാധനങ്ങളൊക്കെ വെക്കണം. എൻ്റെ ബെഡ് മുകളിലോട്ട് കൊണ്ടുവന്ന് വെക്കണം. ടോർച്ച് വെക്കണം, ഇല്ലെങ്കിലുള്ള മോബ് മൊത്തം സ്പോണാവും, നമ്മളെ തല്ലിക്കൊല്ലും. അപ്പോൾ അതൊക്കെ സേഫ് ആകണം. പിന്നെ എൻ്റെ തത്തയെ എടുത്തു, ബെഡ് ഇവിടെ കൊണ്ടുവന്ന് വെക്കണം. അങ്ങനെ നമ്മൾ എന്താ പറയുക, സക്സസ്ഫുള്ളി അടിപൊളിയായിട്ട് ഇവിടെ സെറ്റായിട്ടുണ്ട്. വിജയം വിജയം. കളറില്ലല്ലോ ബെഡിന്. 2 ഡൈ ഉണ്ട്. നമുക്ക് 2 യെല്ലോ ബെഡ് തന്നെ അങ്ങ് സെറ്റാക്കി എടുക്കാം. ഇനി 2 ബെഡ് മുകളിൽ കൊണ്ടുപോയി വെക്കാം. സെറ്റ്. ഇത് വേണ്ട, വലിയൊരു വിൻഡോ ആണ്, കാഴ്ചകളൊക്കെ കണ്ടിരിക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു വലിയൊരു സെറ്റപ്പ് ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇവിടുത്തെ മരങ്ങളൊക്കെ വെട്ടുമ്പോൾ ഈ സൈഡും കാണാം, ഇത് കാണാം. അങ്ങനെ ലിറ്ററലി അടിപൊളി ആക്കി എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും. ഇനി ഇവിടെ നമുക്ക് നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ വെക്കണം. ക്രാഫ്റ്റിംഗ് ടേബിൾ സെൻട്രലായിട്ട് വെക്കണം. ഇനി സാൽമണ്ണ് നമുക്ക് അയവ കൊള്ളാം കേട്ടോ, രസമുണ്ട്. പക്ഷെ സെൻറ്റർ കിട്ടണം. ഇന്ന് ഇതിൻ്റെ സെൻറ്റർ തന്നെ 2 ബ്ലോക്കാണ്. 1 ബ്ലോക്ക് സെൻറ്റർ കിട്ടണം. ഇവിടെ ഇരിക്കട്ടെ, ഇത് കാണാൻ രസമുണ്ട്. അപ്പോൾ അതിലടക്കട്ട്, ഇല്ലെങ്കിൽ പണി കിട്ടും. ഇനി മെയിനായിട്ട് നമുക്ക് വിൻഡോസ്, അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ വീട് ഫുൾ പണി തീർന്നു എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇതിപ്പോൾ എത്ര ദിവസമായി എന്നുള്ളത് എനിക്ക് ഒരു പിടുത്തമില്ല. എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ അവിടെ ദിവസം ഓരോന്നോരോന്നായിട്ട് വെക്കാം. അത് അങ്ങനെ നമുക്കിപ്പോൾ കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തുള്ളൂ, അല്ലാതെ ഇത് കണ്ടുപിടിക്കാൻ ഒരു വഴിയില്ല. 2 എക്സ്ട്രാ ഫർണസ് ഉണ്ടാക്കി, സെറ്റാണ്. നമുക്ക് ഗ്ലാസ് കാര്യങ്ങളൊക്കെ എടുക്കണം, വഴി സെറ്റാക്കണം. ഈ ഒരു മൈനിങ് ഏരിയയുടെ സൈഡ് അങ്ങോട്ടേക്ക് മാറ്റണം. ബേസിക്കലി 50 ഡേയ്സ് ഒന്നും ആയിട്ടില്ല, 50 ദിവസത്തെ ഒരു ഇതിലോട്ടൊന്നും എത്തിയിട്ടില്ല. നമുക്കത് എത്തിക്കാം. ഫുഡിന്റെ കാര്യത്തിൽ നമ്മൾ പണിപ്പെടൂലേ. എൻ്റെ മോൻ എന്ത് ലുക്കല്ലേ ഇത്. ഓ സെറ്റ് സെറ്റ് സെറ്റ്. ഷവൽ എടുത്തിട്ടുണ്ട്. ഇനി പോയിട്ട് കുറച്ചധികം ഗ്ലാസിന് വേണ്ടി നമുക്ക് സാൻഡ് എടുക്കണം. സാൻഡ് എടുത്തിട്ട് വരാം. അതെന്തത്, അത് നമ്മൾ ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ. ഓ ഇവിടെ സാൻഡ് ഉണ്ടായിരുന്നു. എന്തായാലും നമുക്ക് ഇനി അങ്ങോട്ടേക്ക് പോയി നോക്കാം, എന്താ സംഭവം എന്ന് അറിയണമല്ലോ. നമ്മൾ ഒരു സേഫ്റ്റി ഇതും ഇല്ലാതെ അങ്ങോട്ട് പോകുന്നത് മണ്ടത്തരമാണ്, വെറും മണ്ടത്തരമായിരിക്കും. അതുകൊണ്ട് നമുക്ക് അങ്ങനെ പോണ്ട. ആദ്യം നമുക്ക് ഒരു ഷീൽഡ് ഉണ്ടാക്കാം, പിന്നെ ഒരു സോഡ്, പിന്നെ ഒരു ആക്സ് ഉണ്ടാക്കാം. 2 അയൺ ഇങ്ങടുത്തേക്ക്, 3 അയൺ വേണം. ഇവിടെ വന്നിട്ട് നമുക്കൊരു ആക്സ് വേണം. ഒരു ആക്സ്, ഒരു സോഡ്, പിന്നെ ഷീൽഡ്. ഓൾ സെറ്റാണ്. ഇനി നമുക്ക് അങ്ങോട്ടേക്ക് ഒന്ന് പോയി നോക്കാം. നമ്മളെപ്പോഴും സേഫ്റ്റി നോക്കണം കേട്ടോ. ഹാർഡ് കോർ ആയതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും കെയർഫുൾ ആയിട്ടിരിക്കണം. എപ്പോൾ വേണമെങ്കിലും എന്ത് സംഭവിക്കാം. ഇപ്പം ഇത്ര അടിപൊളിയായിട്ടുള്ളൊരു തുടക്കമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നല്ലൊരു സ്പോട്ട് കിട്ടി, നല്ലൊരു ബേസ് വെച്ചു എന്നൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു നല്ല ബിഗിനിങ് ആണ്. ഫസ്റ്റ് എപ്പിസോഡ് കിടിലൻ എപ്പിസോഡും ആയിരിക്കും. അപ്പോൾ ഇതിപ്പോൾ തന്നെ ലോസ് ആക്കാനായിട്ട് എനിക്ക് ഒരു താല്പര്യമില്ല. അതുകൊണ്ട് നമ്മൾ ഫുൾ സേഫായിട്ട് പോകാൻ പാടുള്ളൂ. പെട്ടെന്ന് തന്നെ നമുക്ക് കുറച്ച് അയൺ ഒപ്പിച്ചൊരു ഗിയർ അപ്പ് ആവാനുള്ളതാണ്. നമുക്ക് സെറ്റ് ചെയ്യാം. ഇവിടെ നോക്കി, ഇതൊരു ഇത് സാധാ ജംഗിൾ ടെമ്പിൾ ആണോ? അല്ല. ഓ ഇനിയുണ്ട്. സ്പൈഡർ ഒച്ചാക്കുന്നുണ്ട്. സോ ഇത് നിയർ ബൈ ആയിട്ട് നമുക്ക് സ്പൈഡർ ഉണ്ടെന്ന് മനസ്സിലാക്കി. ഏടാ വന്നത് മുതലായി. മറ്റേ സാധനം തത്തേ വേണ്ട. എന്തൊക്കെയോ ഒച്ച വെക്കുന്നടാ, പേടിയാവുന്നു. ഇതെന്ത് സൗണ്ട്?
ടി.വി അടിച്ചു വന്നായിരുന്ന സൗണ്ട്. ഇത് കേവ് സ്പൈഡർ അല്ലേ? ഇവിടെ ഇങ്ങനെ ഒരു റൂം ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലും ഒരു സാധനം കൊടുക്കുന്നത്, ഒരു ചെസ്റ്റയിൽ വെക്കായിരുന്നു അവർക്ക്. വീണ്ടും ഡയമണ്ട്സ്. ഐ ആം റിച്ച്. ഇവിടെ വന്നത് മുതലായി ഇജാതി വരവ്. കുറച്ചൊന്ന് പേടിച്ചെങ്കിലും അത്ര പേടിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞ. വന്ന വരവ് മുതലായി. എത്ര? 9 ഡയമണ്ട്. വിജയം വിജയം. ഇനി മെയിനായിട്ട് നമുക്ക് ഇനി കുറച്ചധികം അയൺ വേണം. എന്നിട്ട് എന്താ പറയുക, നമുക്ക് ഗിയറപ്പ് ആവണം. ഗിയറപ്പ് ആയതിനു ശേഷം നമുക്ക് വില്ലേജ് തപ്പിപ്പോണം. ട്രേഡിങ് അങ്ങനത്തെ സെറ്റപ്പും ചെയ്യണം. എൻ്റെ മോനെ, 9 ഡയമണ്ട് ഞാനൊക്കെ വെക്കുന്നു. പിന്നെ 7 ഗോൾഡ് കിട്ടി. എല്ലാം കൊണ്ടും ഒരു വിജയകരമായിട്ടുള്ള ഒരു എപ്പിസോഡായിട്ട് ഇത് കൺസിഡർ ചെയ്യാണ്. സോ ഇതൊരു ഒറ്റ എപ്പിസോഡായി 50 ദിവസത്തിന്റെ ഒറ്റ എപ്പിസോഡായിട്ട് അപ്ലോഡ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നത്. പക്ഷെ ഇതിപ്പോ തന്നെ എത്രയോ നേരം ആയിട്ടുണ്ട് എന്തായാലും. സോ ഇന്നത്തെ വീഡിയോ വളരെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണാം. ഇവിടെ സൂം ചെയ്യാൻ പറ്റില്ല, അതാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ ആൻഡ് ബൈ ബൈ ഗൈസ്. ലവ് യു ഓൾ.